നമസ്കാരം. പ്രധാന വാർത്തകൾ. ഭരണം നടത്താനും വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യാനും ഒറ്റപ്പാലം നഗരസഭയ്ക്ക് സമയമില്ല. ശനിയാഴ്ച നടന്ന കൌൺസിൽ യോഗത്തിലും ബഹളത്തെ തുടർന്ന് 17 അജണ്ടകൾ ഒറ്റയടിക്ക് പാസാക്കി ചെയർപേഴ്സൺ ഇറങ്ങിപ്പോയി. ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം പട്ടാമ്പി ഓങ്ങല്ലൂരിൽ നിന്നും സബ് കളക്ടർ മാറ്റാൻ നിർദ്ദേശിച്ച ആക്രി സാധനങ്ങൾ വല്ലപ്പുഴയിൽ ശേഖരിക്കുന്നു. ആക്രി ശേഖരണം വല്ലപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ഉടൻ നീക്കം ചെയ്യുമെന്ന് പ്രസിഡന്റ് അബ്ദുറഹിമാൻ. യാത്രക്കാരാണ് KSRTC ബസ്സുകളെ നിലനിർത്തേണ്ടതെന്ന് മന്ത്രി മഞ്ഞളാംകുഴി അലി. പെരിന്തൽമണ്ണയിൽ നിന്നും അലിഗഡ് കേന്ദ്രത്തിലേക്ക് KSRTC ബസ് സർവീസ് ആരംഭിച്ചു. ശക്തമായ കാറ്റിൽ ഏലംകുളം മുതുകുറിശ്ശിയിൽ വ്യാപക കൃഷിനാശം. നശിച്ചതിൽ ഓണത്തിന് വിളവെടുക്കുന്ന കുലച്ച നേന്ത്രവാഴകൾ. കണ്ണീരിൽ കുതിർന്ന കർഷകർ. തൊഴിലാളി ദ്രോഹ നയങ്ങൾക്കെതിരെ സംഘടിതമായ ചെറുത്തുനിൽപ്പ് അനിവാര്യമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ഒറ്റപ്പാലം നഗരസഭയിൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് അജണ്ടകളെല്ലാം ഒറ്റയടിക്ക് പാസാക്കി ചെയർപേഴ്സൺ ഇറങ്ങിപ്പോയി. അജണ്ടകൾ എടുക്കുന്നതിന് മുൻപ് തെരുവുവിളക്കുകളെ ചൊല്ലി പ്രതിപക്ഷ ബഹളം ആരംഭിച്ചതാണ് തീരുമാനത്തിന് കാരണമായത്. ശനിയാഴ്ച രാവിലെ 11 മണിക്ക് കൌൺസിൽ ആരംഭിച്ച ഉടൻ തെരുവുവിളക്കുകളുടെ അറ്റകുറ്റപ്പണികൾ മുൻകൂർ അനുമതി നൽകിയ വിഷയം അജണ്ടയിൽ ഉൾപ്പെടുത്തിയില്ലെന്ന് ആരോപിച്ച് UDFിലെ ജോസ് തോമസും PM ജലീലും രംഗത്ത് വന്നു. ഈ വിഷയം അജണ്ടകൾക്ക് മുമ്പ് ചർച്ച ചെയ്യണമെന്ന് ഇവർ ആവശ്യപ്പെടുകയും ചെയ്തു. എന്നാൽ അജണ്ടകൾക്ക് ശേഷം ചർച്ച ചെയ്യാമെന്ന ചെയർപേഴ്സൺ അറിയിച്ചെങ്കിലും പ്രതിപക്ഷം അംഗീകരിച്ചില്ല. ഇതിനിടെ അജണ്ട വായിക്കാൻ ചെയർപേഴ്സൺ നിർദ്ദേശിച്ചെങ്കിലും പ്രതിഷേധക്കാർ എതിർത്തു. ഇതേ തുടർന്നാണ് ചെയർപേഴ്സൺ 17 അജണ്ടകൾ ഒറ്റയടിക്ക് പാസാക്കി ഇറങ്ങിപ്പോയത്. എന്നാൽ ഇക്കാര്യത്തിൽ BJP അംഗങ്ങളും CPM വിമതരും UDFും വിയോജനക്കുറിപ്പ് പിന്നീട് സെക്രട്ടറിക്ക് നൽകി. എന്നാൽ പ്രതിപക്ഷം ഇപ്പോൾ കാണിക്കുന്ന ഭരണം നഷ്ടപ്പെട്ടതിന്റെ അസഹിഷ്ണുതയാണ്. ചെയർപേഴ്സന്റെ വിവേചനാധികാരമാണ് അജണ്ടകൾ പാസാക്കുന്നതെന്നും S. ശെൽവൻ പറഞ്ഞു. 1/17 അജണ്ടകൾ പാസ്സായ ചെയർമാൻ പ്രഖ്യാപിച്ചത് നേരത്തെയും ഇത്തരം കീഴ്വഴക്കങ്ങൾ ഒറ്റപ്പാലത്തിൽ ഉണ്ടായിട്ടുണ്ട്. അത് പാസ്സായ നേരത്തെ അറിഞ്ഞിട്ട് ഇതും പാസ്സായിട്ടുണ്ട്. സാധാരണ അജണ്ടയിലുള്ള കാര്യങ്ങൾക്കാണ് ചർച്ച നമ്മൾ ചെയ്യാറുള്ളത്. അജണ്ടയില്ലാത്ത കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യാറുണ്ട്. അത് ചെയർമാന്റെ ഡിസ്ക്രിപ്ഷനാണ്, ചെയർമാന്റെ അധികാരമാണ്. ചെയർമാന്റെ അധികാരങ്ങൾ കൈകാര്യത്തിന് ആരെയും അനുവദിക്കില്ല. അതൊരു ജനാധിപത്യ വ്യവസ്ഥയിൽ ശരിയുമല്ല. ഒരു കൗൺസിൽ എന്നുള്ളത് അയാളുടെ ധർമ്മം പാലിക്കേണ്ട ആളുകളാണ്. അവർ ഈ കൗൺസിൽ തുടങ്ങുന്നത് വെറുതെ അനാവശ്യമായി ലഹണ്ടാക്കുന്ന സംവിധാനം കുറച്ചു കാലമായിട്ട് ഒറ്റപ്പാലം നഗരസഭ കൗൺസിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് പത്രക്കാർക്കും അറിയാം. അതെന്താ അധികാരം പോയതിന്റെ ഒരു വിഷമം അവർക്ക് ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഇനി അധികാരം പോയതിന്റെ വിഷമം എന്നും തീർക്കാമെന്ന ധാരണയാണെങ്കിൽ കണ്ടെത്താവുന്ന കാര്യം നിൽക്കുന്ന ഉണ്ടാവുകയുള്ളൂ. അതേസമയം അജണ്ടകൾ വായിക്കാതെ പാസാക്കിയത് ജനാധിപത്യ രീതിയല്ലെന്ന് ജോസ് തോമസും PM ജലീലും പറഞ്ഞു. ഇതിനെതിരെ സർക്കാരിന് പരാതി നൽകും. ഈ അജണ്ടകൾ വീണ്ടും ഉൾപ്പെടുത്തി കൌൺസിൽ വിളിച്ചു ചേർക്കണമെന്നും പ്രതിപക്ഷാംഗങ്ങൾ ആവശ്യപ്പെട്ടു. ഏകപക്ഷീയമായി നഗരസഭാ ചെയർപേഴ്സൺ ഒളിച്ചോടിയിരിക്കുകയാണ്. കേരള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം കൌൺസിൽ യോഗം ആരംഭിച്ചു കഴിഞ്ഞാൽ എല്ലാ അജണ്ടകളും വായിച്ച് അംഗീകരിക്കണം. എതിർപ്പുണ്ടെങ്കിൽ വോട്ട് രേഖപ്പെടുത്തി അതിന്റെ ഫലപ്രഖ്യാപനമാണ് ചെയർപേഴ്സൺ നടത്തേണ്ടത്. എന്നാൽ ഇന്നത്തെ കൗൺസിൽ യോഗത്തിൽ അജണ്ടകളൊന്നും വായിക്കാതെ എല്ലാ അജണ്ടകളും അംഗീകരിച്ചതായി പ്രഖ്യാപിച്ചുകൊണ്ട് ചെയർപേഴ്സണും CPMന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയും ഈ കൗൺസിൽ യോഗത്തിൽ നിന്ന് ഒളിച്ചോടിയിരിക്കുകയാണ്. ഇതിന് തക്കതമായ കാരണം ഭീമമായ അഴിമതിയാണ് GFL ലാമ്പിന്റെ റിപ്പയർ പ്രവൃത്തിയുടെ കരാർ ഉടമ്പടിയോടുകൂടി ഈ ഭരണസമിതി നേടിയെടുത്തിരിക്കുന്നത്. കാരണം ഈ അജണ്ട 2 നടപടികളിലൂടെ നേടിയെടുത്ത അജണ്ടകൾ കൗൺസിലിന്റെ പരിഗണനയ്ക്ക് വരേണ്ടതാണ്. എന്നാൽ കൗൺസിൽ യോഗത്തിന്റെ പരിഗണനയ്ക്ക് വരാതെ ചെയർപേഴ്സൺ വൈസ് ചെയർമാനും കൂടി അവർക്ക് ഇഷ്ടമുള്ള കമ്പനിക്ക് ഇതിന്റെ രഹസ്യമായി ഇതിന്റെ വർക്ക് ഓർഡർ നൽകിക്കൊണ്ട് ഭീമമായ അഴിമതി നടത്തിയിരിക്കുകയാണ്. കാലാകാലങ്ങളിൽ ഇതിന്റെ അജണ്ടകൾ കൗൺസിൽ അംഗീകരിച്ചതിന് ശേഷം മാത്രമാണ് ഇതിന്റെ വർക്ക് ഓർഡർ നൽകാറുള്ളത്. ഇത് കൗൺസിൽ യോഗം അറിഞ്ഞിട്ടില്ല, കൗൺസിലർമാർ അറിഞ്ഞിട്ടില്ല. ഏകപക്ഷീയമായി ചെയർപേഴ്സന്റെ വാർഡിൽ റിപ്പയർ പ്രവർത്തി നടത്തിക്കൊണ്ട് ഇതിന്റെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ലക്ഷോപലക്ഷം രൂപയുടെ അഴിമതിയാണ് ഈ വിഷയത്തിൽ മാത്രം ഇവിടെ നടന്നത്. കൌൺസിലിൽ അജണ്ടകൾ അംഗീകരിച്ച് ചെയർപേഴ്സൺ പുറത്തിറങ്ങിയതോടെ പ്രതിപക്ഷാംഗങ്ങൾ മുദ്രാവാക്യം വിളിച്ച് കൌൺസിലിൽ നിന്നും പുറത്തിറങ്ങി. ഇതിനിടെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ CPMലെ C. ശ്രീകുമാരൻ 21 അംഗങ്ങളുടെ തീരുമാനമാണിത് എന്ന പ്രസ്താവന ശ്രദ്ധേയമായി. BJPയിലെ 2 അംഗങ്ങളെ ഉൾപ്പെടുത്തിയാണ് 21 അംഗങ്ങളുടെ പിന്തുണ ഭരണപക്ഷത്തിന് ലഭിക്കൂ എന്നിരിക്കെ ശ്രീകുമാരന്റെ പ്രസ്താവന പിന്നീട് തിരുത്തി.
ആരോഗ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ആക്രി സാധനങ്ങൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ സ്ഥലത്ത് സംഭരിച്ചതിനെതിരെ നാട്ടുകാർ രംഗത്ത്. പട്ടാമ്പി ഓങ്ങല്ലൂർ മേഖലയിൽ നിന്നും നീക്കം ചെയ്യാൻ സബ് കളക്ടർ നിർദ്ദേശം നൽകിയ പഴയ സാധനങ്ങളാണ് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുറഹിമാന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് സംഭരിച്ചിരിക്കുന്നത്. വല്ലപ്പുഴ ചെറുകോട് എറവത്ര റോഡിനോട് ചേർന്ന വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുറഹിമാന്റെയും സുഹൃത്തിന്റെയും ഉടമസ്ഥതയിലുള്ള സ്ഥലത്താണ് ആക്രി സാധനങ്ങൾ സംഭരിച്ചിരിക്കുന്നത്. പട്ടാമ്പി ഓങ്ങല്ലൂർ കാരക്കാട് ഭാഗങ്ങളിൽ ആരോഗ്യ പ്രശ്നങ്ങൾ മൂലം നീക്കം ചെയ്യാൻ സബ് കളക്ടർ ആവശ്യപ്പെട്ട ആക്രി സാധനങ്ങളാണ് വല്ലപ്പുഴയിൽ നിക്ഷേപിച്ചിരിക്കുന്നതെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇവിടെ ജനങ്ങൾക്ക് പ്രശ്നമുണ്ട്, അങ്ങനെ പ്രശ്നം ഉണ്ടാകുന്ന സാധനമല്ല അതെന്ന് പറഞ്ഞിട്ടാണ് അവര് വണ്ടി എടുത്ത് പോയത്. പിന്നെ രസീതായി മുടക്കിയിട്ട് പിന്നെ വല്ല ഇന്നലെ വൈകുന്നേരത്തെ ഒന്ന് വണ്ടി കേടുകൊണ്ടാണ് ഇപ്പോൾ ഇവരൊക്കെ അറിഞ്ഞത്. ചെറിയ ചെറിയ കുട്ടികളാണ് ഇവിടെ തന്നെ. ഈ കുട്ടികൾക്കൊക്കെ ആണുങ്ങളില്ലാത്തതാണ്. അവരൊക്കെ അന്നത്തെ നിത്യത്തൊഴിലിന് വേണ്ടി പോകണം. അവരോട് പറഞ്ഞപ്പോൾ മുതലാളിമാർ ചെയ്യുന്നതിന് എന്താ ഞങ്ങൾ ചെയ്യാന്ന് ആ പെണ്ണുങ്ങളൊക്കെ പറഞ്ഞത്. പ്ലാസ്റ്റിക്, ഇരുമ്പ്, കമ്പ്യൂട്ടറിന്റെ ഭാഗങ്ങൾ എന്നിവയാണ് സ്ഥലത്ത് കൂട്ടിയിട്ടിരിക്കുന്നത്. മഴവെള്ളം കെട്ടിനിന്ന് കൊതുകുജന്യ രോഗങ്ങൾ പടരുന്നതിന് ഇത്തരം ആക്രി സാധനങ്ങൾ കാരണമാകുന്നുവെന്ന് ആരോഗ്യവകുപ്പ് അധികൃതർ നേരത്തെ അറിയിപ്പ് നൽകിയിരുന്നു. നിരവധി കുടുംബങ്ങൾ താമസിക്കുന്ന പ്രദേശത്ത് ആക്രി സാധനങ്ങൾ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമോ എന്ന ആശങ്കയിലാണ് നാട്ടുകാർ. രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥലത്ത് തന്നെ ആക്രി സാധനങ്ങൾ സംഭരിച്ചതിൽ നാട്ടുകാർക്കിടയിൽ ശക്തമായ പ്രതിഷേധവും ഉയർന്നിട്ടുണ്ട്. ഒരാഴ്ചയായിട്ട് പോയി കച്ചറ കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ. ഇതിപ്പോ ഒരു കാരണത്തിനൊക്കെ അനുവദിക്കാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ കാരക്കാടുന്ന് ഒഴിവാക്കി വിടുന്ന കച്ചറ ഇവിടെ കൊണ്ടുവരുന്നത്. ഇതിപ്പോ ഇവിടെ അവിടെ അസുഖം കാരണമല്ല അവിടെ കംപ്ലൈന്റ് കാരണം ഒഴിവാക്കുക. അപ്പൊ ഇവിടെ ഉള്ളവർക്ക് കംപ്ലൈന്റ് ഉണ്ടാവില്ലേ, അസുഖം ഉണ്ടാവില്ലേ? ഈ കുട്ടികളൊക്കെ വന്നതിൽ കളിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റിന് വേറെ ആളും ഇവിടെ സ്ഥലമാണിത്. അപ്പൊ അവരനുമതി കൂടാതെ ഇടില്ലല്ലോ. ഇന്നലെ വൈകിട്ട് ഞാൻ വിളിച്ചു പറഞ്ഞ അടുത്ത് പ്രസിഡന്റ് അടുത്ത് ഇവിടെ ഇടാൻ പാടില്ല. അപ്പൊ ഇനി ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. ഇന്നലെ വൈകിട്ട് വണ്ടി വന്നിട്ടുണ്ട്. വണ്ടി കേടായ കാരണമാണ് അവിടെ പോകാൻ. അതിവിടെ ഒരിക്കലും അനുവദിക്കാൻ പറ്റില്ല. അതേസമയം വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിൽ ഒരിടത്തും മാലിന്യ നിക്ഷേപം അനുവദിക്കില്ലെന്ന് പ്രസിഡന്റ് കെ അബ്ദുറഹിമാൻ ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. തന്റെയും തന്റെ സുഹൃത്തിന്റെയും പേരിലുള്ള സ്ഥലമാണെങ്കിലും ആക്രി സാധനങ്ങൾ സംഭരിക്കുന്നത് താൻ അറിഞ്ഞിരുന്നില്ലെന്നും അബ്ദുറഹിമാൻ പറഞ്ഞു. ചെറുകോട് എറവത്ര റോഡിലെന്നല്ല വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്തിലെ ഒരിടത്തും അനധികൃതമായി ആക്രി സാധനങ്ങൾ ഉൾപ്പെടുന്ന ഒരു മാലിന്യ നിക്ഷേപവും അനുവദിക്കില്ലെന്ന് വല്ലപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ അബ്ദുറഹിമാൻ പറഞ്ഞു. എറവത്ര റോഡിനോട് ചേർന്ന ആക്രി സാധനങ്ങൾ നിക്ഷേപിച്ച സ്ഥലം തന്റെയും സുഹൃത്ത് കണ്ടയങ്കാട്ടിൽ സിദ്ദിഖിന്റെയും ഉടമസ്ഥതയിലുള്ളതാണ്. ആക്രി സാധനങ്ങൾ കൊണ്ടുവന്നിടാൻ താൻ അനുവാദം നൽകിയിട്ടില്ലെന്നും സാധനങ്ങൾ തള്ളുന്നുണ്ടെന്നറിഞ്ഞപ്പോൾ നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടുവെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. ഇവ എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാൻ നടപടിയെടുക്കുമെന്നും അദ്ദേഹം ഡെൻസിറ്റി ന്യൂസിനോട് പറഞ്ഞു. തീയാട് പ്രദേശത്ത് എന്റെയും എന്റെ സുഹൃത്ത് കണ്ടേങ്ങാട്ടിൽ സിദ്ദീഖിന്റെയും പേരിൽ 60 സെന്റ് സ്ഥലമുണ്ട്. ആ സ്ഥലം ഒരു കയറ്റ ഇറക്കുള്ള സ്ഥലമായതുകൊണ്ട് ആ ഭാഗം മണ്ണിട്ട് ഫില്ല് ചെയ്യുകയാണെന്ന് എന്റെ സ്ഥലത്തിന്റെ കൂടെയുള്ള സിദ്ദീഖ് എന്നെ അറിയിക്കുകയും അതിനനുസരിച്ച് മുൻഭാഗത്തൊക്കെ മണ്ണിട്ടു. ബാക്ക് സൈഡിൽ കുറച്ച് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കൊണ്ട് നിക്ഷേപിക്കുന്നതായി ഇന്നലെ ഞാൻ മഞ്ചേരിയുള്ള സമയത്ത് അവിടുന്ന് നിവാസി എന്നെ വിളിച്ചു പറഞ്ഞു. ഉടനെ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യുകയും ഇന്ന് രാവിലെ സ്ഥലത്ത് ചെന്ന് മാലിന്യം നിക്ഷേപിക്കാൻ വന്ന വണ്ടിയെ തിരിച്ചയക്കാൻ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു. വണ്ടി റിപ്പയർ ആയിട്ട് കിടക്കുകയാണ്. അവിടെ നിക്ഷേപിക്കത്ത മാലിന്യങ്ങൾ വരെ കൊണ്ട് തന്നെ എത്രയും വേഗം അവിടുന്ന് മാറ്റാനുള്ള നടപടികൾ സ്വീകരിക്കും. അതിൽ യാതൊരുവിധ അവിഹിതമായ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. എന്റെ സുഹൃത്തിനെ പറ്റിയ ഒരു അബദ്ധം മണ്ണിട്ട് ഫില്ലായി ഏൽപ്പിച്ച ആളുകൾ ഇത് പ്ലാസ്റ്റിക്കിന്റെ ഒരു മാലിന്യം ജനങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള തെറ്റിദ്ധാരണയിലാവാം അദ്ദേഹം ചെയ്ത്. അപ്പോൾ അദ്ദേഹത്തിന്റെ ആ ഒരു പ്രശ്നം കൊണ്ട് വന്ന ഇതാണ്. അത് നീക്കം ചെയ്യാനുള്ള ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു പദം അവിടെ മാത്രമല്ല വല്ലപ്പുഴ പഞ്ചായത്തിന്റെ ഒരു ഭാഗത്തും അനുവദിക്കുന്നത്.